Hello viewers, Assalamu alaikum, Namaskaram. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിൽ കാണിക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്ക് ആണ് ട്ടോ. ഇത് മൈദ വെച്ചിട്ടുള്ള കേക്ക് ഒന്നല്ല, റവ വെച്ചിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കേക്ക് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ റവ കേക്ക് വളരെ സിമ്പിൾ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ഓയിലാണ്. ഇത് സൺഫ്ലവർ ഓയിലാണ്. ഇനിയിപ്പോൾ ഓയിൽ വേണ്ട, ബട്ടറാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ബട്ടർ ചേർക്കുക കേട്ടോ. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് 1/4 കപ്പ് മെഷർ ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മൾ അളന്നെടുക്കുമ്പം 1/4 കപ്പ് എടുക്കുക. പക്ഷെ പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് കുറവുണ്ടാവും കേട്ടോ. നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഞാൻ ഈ ചേർത്തിട്ടുള്ളത് 1/4 കപ്പ്. ഒരുപാട് മധുരമൊന്നും വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും നമ്മൾ 1/4 കപ്പ് എടുക്കുമ്പോൾ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഷുഗർ നല്ലപോലെ ഓയിലിൽ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ ആവും. അത് നിങ്ങൾ ബട്ടറിലാണ് മിക്സ് ചെയ്യുന്നതെങ്കിലും ഒരു ക്രീം ആയിട്ടുള്ള ടെക്സ്ചർ ആവുന്ന വരെ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ഇതിനകത്തേക്ക് എഗ്ഗ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമുക്കിതുപോലെ എന്തെങ്കിലും വിസ്ക് കയ്യിലുണ്ടായാൽ തന്നെ മതി കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് റവയാണ്. ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് 1 കപ്പ് റവയാണ് കേട്ടോ. അതായത് 250 ml കപ്പിന് 1 കപ്പ് റവ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വീണ്ടും ആ ഒരു 1 കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് എടുത്തിട്ട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ 1/4 കപ്പ് റവയാണ് ഇപ്പോൾ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പോളം മൈദ കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈദ ചേർക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ 1.5 കപ്പ് തന്നെ റവ എടുത്തോളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് മൈദ കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് തൈരാണ്. തൈര് നന്നായിട്ട് ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അങ്ങനെ കട്ടയായിട്ട് ചേർക്കാതെ റൂം ടെമ്പറേച്ചറിലുള്ള തൈര് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. നമുക്കിത് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഒരു കേക്കിൻ്റെ ബാറ്റർ ആക്കിയിട്ട് എടുക്കുന്നത് നമ്മൾ പാല് ചേർത്തിട്ടാണ്. അപ്പോൾ നമ്മൾ കുറേശ്ശെ പാല് ചേർക്കണം. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് പാല് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതും റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ റവ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, റവയിൽ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ആദ്യം കിട്ടൂല. അതിങ്ങനെ കുതിർന്ന് വരുമ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ കുറേശ്ശെ പാല് ചേർക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ എടുക്കുന്ന റവ തരിയോട് കൂടിയിട്ടാണ് ഒന്ന് പൊടിച്ചിട്ട് എടുക്കണേ. മിക്സിയിൽ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. ഇനി ഞാൻ വീണ്ടും ഇതിലേക്ക് 1/4 കപ്പ് പാല് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ 250 ml കപ്പിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം 1/2 കപ്പ് പാല്, ഇപ്പോൾ ഒരു 1/4 കപ്പ് പാല് കൂടെ ചേർത്തിട്ടുണ്ട്. ആ പാല് ചേർത്തി നമ്മൾ മിക്സ് ചെയ്യണ്ട. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എത്രത്തോളം നമ്മുടെ റവയിലേക്ക് പാല് സോക്ക് ചെയ്തിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത്. ഇതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലൂസ് വേണം നമ്മുടെ ഒരു ബാറ്ററിന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് തന്നെ പാൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ടോട്ടൽ 1 കപ്പ് പാലാണ് ഈ റവ കുതിർന്ന് കിട്ടി നല്ലൊരു ബാറ്ററായിട്ട് ആക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് 1/4 കപ്പ് നമ്മൾ ഒഴിക്കുമ്പോൾ മുഴുവനായിട്ട് കൊണ്ടുപോയിട്ട് ഒഴിക്കരുത് കേട്ടോ. കുറേശ്ശെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം ബാക്കി ഒഴിച്ചാൽ മതി. പിന്നെ അത് മുഴുവൻ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഈ 1.5 കപ്പ് ഏകദേശം 1/4 കപ്പ് റവയും 1/4 കപ്പ് മൈദയും കൂടെ ഒന്ന് ബാറ്ററാക്കിയിട്ട് എടുക്കാൻ നമ്മൾ 1 കപ്പോളം റൂം ടെമ്പറേച്ചറിൽ പാല് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ളത് ഒരു 1 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് നമ്മുടെ അപ്പ സോഡയാണ് ബേക്കിംഗ് സോഡ, അതുകൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കണേ. ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത്രയും ഫാസ്റ്റായി വീഡിയോ വിട്ടതുകൊണ്ടാണ് നിങ്ങൾ കാണാതിരുന്നത് ഉപ്പ് ചേർത്തിയത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർക്കാം. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. പക്ഷെ അത് നമ്മുടെ കേക്ക് കഴിക്കുമ്പം അതിങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് ഇപ്പം ആൽമണ്ട്സ് ഉണ്ട്, അതുപോലെ കാഷ്യൂ ഉണ്ട്, നമ്മുടെ പിസ്ത ഉണ്ട്, റൈസിൻസ് ഉണ്ട്, പിന്നെ റെഡ് കളറിലെ ചെറീസ് ഉണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഇനി വാൾനട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതല്ല ഡേറ്റ്സ് ആണുള്ളതെങ്കിൽ അത് ചേർക്കാം. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർക്കാം. ഇപ്പോൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ നമ്മൾ മൈദ വെച്ചുള്ള കേക്കിൽ ചെയ്യുന്ന പോലെ പൊടിയിൽ മൈദയിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ താഴെ പോകുന്നില്ല നട്ട്സ് ചേർക്കുന്നത്.
ഇനി നമുക്ക് ഇത് റവ വെച്ചിട്ടുള്ള കേക്കാണെങ്കിലും ജസ്റ്റ് ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും കൂടെ വേണ്ടിയിട്ട് ഒരു ഇത്തിരി വനില എസൻസ് കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം വനില എസൻസ് ചേർക്കാം. ഇതില്ലാത്തവർ നമ്മുടെ ഏലക്ക പൊടിച്ച് ചേർത്തിയാലും മതി കേട്ടോ, ആ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് കേക്ക് ടിന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ടിന്ന് ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മൈദ കൂടെ വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് എക്സസ് ആയിട്ടുള്ള മൈദ നമ്മൾ തട്ടി കളയണം. ഇനി ഇതിൻ്റെ താഴെ കുറച്ച് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള നട്ട്സിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ റവ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം കേട്ടോ, എന്തെങ്കിലും എയർ അകത്തുണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇതിന് ശേഷം മുകളിൽ നമ്മൾ ബാലൻസ് വെച്ചിട്ടുള്ള നട്ട്സും അതുപോലെ ചെറീസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മളെ ട്യൂട്ടി ഫ്രൂട്ടി കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ കളറില്ല, ഓറഞ്ച് ഉണ്ട്, അതുപോലെ റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, സോറി റെഡ് അല്ല യെല്ലോടെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ മുകളിൽ കാണുമ്പം ഇപ്പോൾ കാണാനും ഭംഗിയാണ്, ബേക്ക് ചെയ്തിട്ട് വരുമ്പോഴും നല്ല ഭംഗിയായിരിക്കും മുകളിൽ കാണാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാകും, അവർക്ക് എന്തെങ്കിലുമൊക്കെ കളർഫുൾ ഉണ്ടാകുമ്പോഴല്ലേ ഇഷ്ടമാവുക. അപ്പോൾ നമ്മൾ ടോപ്പിലായിട്ട് എല്ലാ നട്ട്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റൗവിലാണ് നമ്മൾ ഇത് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പ്രഷർ കുക്കറാണ്. പക്ഷേ ഇതിൻ്റെ ലിഡില്ല കേട്ടോ, ഞാൻ ഗ്ലാസ് ലിഡാണ് വെക്കാറുള്ളത്. ഇതിപ്പോൾ ഞാനൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കണം. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കുക്കറിൽ അങ്ങനെ വെച്ച് കൊടുക്കരുത് നമ്മുടെ കേക്ക് ടിന്ന്. ഇനി കേക്ക് ടിന്നും ഒന്നുമില്ല എങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള സോസ് പാനിലും ചെയ്യാം കേട്ടോ, അതിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിൽ ചെയ്യാം. ഇപ്പോൾ കേക്ക് ടിന്ന് ഇതിൽ ഇറക്കി വെച്ചിട്ടുണ്ട്, സെൻട്രലായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് ലിഡ് വെച്ചിട്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹോള് ഞാനൊരു അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഹോള് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു 30 മിനിറ്റ് മുതൽ ഒരു 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്താൽ തന്നെ നന്നായിട്ട് ബേക്ക് ചെയ്തിട്ട് കിട്ടും. പിന്നെ ഗ്ലാസ് ലിഡാകുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ ഇങ്ങനെ പൊങ്ങി വരുമ്പം തുറന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകരുത് കേട്ടോ. അത്യാവശ്യം ഒരു 20-25 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിലിട്ടിട്ടാണ് ഞാനിതിപ്പം ബേക്ക് ചെയ്തത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിടാം. എന്നതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് ഒരു 30-35 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡിയാകും. എന്താ നമ്മുടെ സ്ക്യൂറൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. കേക്ക് ഞാൻ ഇവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചൂടോട് കൂടിയിട്ട് സൈഡൊന്ന് നമ്മൾ വിടിയിച്ചിട്ട് കൊടുക്കാം. വീണ്ടും കേക്ക് ടിന്നിൻ്റെ ചൂട് തട്ടിയിട്ട് സൈഡൊന്നും ഇങ്ങനെ എന്താ പറയുക കൂടുതൽ ബ്രൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കേക്ക് ടിന്നിൻ്റെ സൈഡ് വിടിയിച്ച് കൊടുക്കുക. അതിനുശേഷം ചൂടൊക്കെ പോയിട്ട് നമുക്ക് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഏത് കേക്കാണെങ്കിലും നമ്മൾ ചൂടോട് കൂടിയിട്ട് കട്ട് ചെയ്യുമ്പോൾ അതൊന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ചൂടൊക്കെ ഒന്ന് പോയിട്ട് കട്ട് ചെയ്യുന്നതാവും നല്ലത്. അപ്പോൾ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കിൻ്റെ താഴെ വശത്തുള്ള ഒരു പ്ലേറ്റ് കൂടെ ഒന്ന് മാറ്റിയിട്ടെടുക്കണം. ഒട്ടിപ്പിടിക്കാതെ നല്ല നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആ താഴെ ഭാഗത്തുള്ള പ്ലേറ്റും കൂടെ മാറ്റിയിട്ടെടുക്കുക. ഇതിപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ടിപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റവ വെച്ചിട്ടുള്ള കേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മൈദ ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് മുഴുവനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്ക് റവ മാത്രം വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ക്യാമറയിൽ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ നട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിലൂടെ കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്